ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇരകളെ ആക്രമിക്കുന്ന കടുവയുടെ ഭയാനകമായ ശബ്ദം പുറപ്പെടുവിച്ചാണ് ദേവികുളം RRT സംഘം കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുന്നത്. ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്ന് RRT സംഘാംഗങ്ങൾ വിവരിക്കുന്നു. ഇരയെ ആക്രമിക്കുന്ന കടുവയുടെ ഭയാനകമായ ശബ്ദമാണിത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഈ ശബ്ദം പുറപ്പെടുവിച്ച തിരികെ വനത്തിലേക്ക് തുരത്തുന്ന പ്രതിരോധ മാർഗമാണിപ്പോൾ ദേവികുളം RRT സംഘം അവലംബിക്കുന്നത്. ഇര തേടുന്ന കടുവയുടെ ശബ്ദം ആനകൾ ഭയപ്പെടുന്നുവെന്നും ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്നും RRT സംഘാംഗങ്ങൾ പറഞ്ഞു. ഈ ഒരു മ്യൂസിക് ആണ് സിസ്റ്റമാണ് ഇത്. എന്ന് വെച്ചാൽ കടുവയുടെ ഒരു സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ആന ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കുറവായിരുന്നു. ഈ KDCP കമ്പനിയുടെ സഹകരണത്തോടു കൂടി ഈ മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിന് ഈയിടയ്ക്ക് നമ്മളിത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ ആനക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് ഈ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഈ കടുവ ഒരു മൃഗത്തിനെ കാട്ടിൽ ആക്രമിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങളുള്ള കൂട്ടം കേൾക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ലാഭമുണ്ട്. ഒരു ആനയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഉപയോഗിച്ച് പോകുന്നുണ്ട്, ഗുണം കിട്ടുന്നുണ്ട്. ജനവാസ മേഖലകളിൽ പതിവായെന്നോണം കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് മൂന്നാറും പരിസര പ്രദേശങ്ങളും. ഇവിടെ RRT സംഘം അക്ഷീണം കാട്ടാനകളെ തുരത്താൻ ജോലി എടുക്കേണ്ടതായുണ്ട്. പടക്കം പൊട്ടിച്ചുള്ള പ്രതിരോധ മാർഗമാണ് RRT സംഘം പ്രധാനമായി അവലംബിക്കുന്നത്. ഈ സമയം ആനകൾ കൂടുതൽ പ്രകോപിതമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കടുവയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിലൂടെ ഇതിനുള്ള സാധ്യത കുറയ്ക്കാമെന്നതിനൊപ്പം ദിവസവും പടക്കം വാങ്ങുന്നതിനായി വരുന്ന പണച്ചിലവും RRTക്ക് ഒഴിവാകും.